ഹലോ കൂട്ടുകാരെ, അപ്പോഴേ 2 ദിവസമായിട്ട് നമ്മളാണെങ്കിൽ ഒരു ചെറിയ സൈബർ ബുള്ളിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ നെഗറ്റീവ് പറയുന്നവർ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഇത്രയും നാളും നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, പഴയ വീഡിയോസ് ഒക്കെ കണ്ടവർക്കൊക്കെ കുറച്ചൊക്കെ പേർക്കൊക്കെ അല്ല, നമ്മളെ സ്ഥിരം നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരും കൂടെ അങ്ങനത്തെ ഒരു സംസാരിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതുവരെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിരുന്നത്. ഇതിന് മുമ്പ് ഇങ്ങനെ സംസാരം വന്നപ്പോൾ നമ്മൾ വേണ്ട പോട്ടെ, അതിനെക്കുറിച്ചൊന്നും പറയേണ്ട, കാരണം നമ്മളെക്കുറിച്ച് അറിയാലോ പലർക്കും. പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഇന്നാണ്. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും കൂടി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒന്നുകൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ക്ലിയർ ആക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങള് ഡോറ ഗർഭിണിയായതിനു ശേഷമാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറുന്നത്. അതിനു മുൻപേ ഇവിടെ എൻ്റെ അനിയനും അനിയത്തിയും അവന്റെ കുടുംബവും ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടുകുടുംബമായിട്ടായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെപ്പറേറ്റ് പോയി. ഡോറ ഗർഭിണിയായി 5-ാം മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. വന്നപ്പം ഇപ്പുറത്തെ സൈഡിൽ 6 സെന്റിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ഷെഡ് വെച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്കും താമസം മാറി. അമ്മയും പപ്പയൊക്കെ അപ്പുറത്ത് ചെറിയൊരു വീടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാറിയത്. എൻ്റെ അനിയനും അനിയത്തിക്കും വയനാട്ടിലാണ് ജോലി, അതുകൊണ്ട് അവർ അവിടോട്ട് പോയി. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. ഞങ്ങളെന്നും ഞങ്ങളുടെ മക്കളായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഒരു ആവശ്യത്തിനും നിർത്തിയിരിക്കല്ല. എൻ്റെ അനിയനും അനിയത്തി സെപ്പറേറ്റ് അല്ല, അവരിപ്പോഴും നല്ല സ്നേഹത്തോടെ ജീവിച്ചു പോകുന്ന കല്യാണം കഴിച്ച് അവരിപ്പോ 10-12 വർഷമായിട്ട് അവരൊന്നിച്ച് താമസിച്ചു പോകുന്നുണ്ട്. ഒരുപാട് നീട്ടി വളയ്ക്കുന്നില്ല, ഞങ്ങൾ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവാണ്. പിന്നെ എൻ്റെ ഡോറ ഇവിടെ 7 മാസം തളർന്നു കിടന്ന സമയത്ത് എൻ്റെ മോളാണ്, അവൾക്കൊന്നും ഇല്ലായിരുന്ന പ്രായത്തിൽ എൻ്റെ ഗബ്രൂട്ടനെ നോക്കി. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ പ്രിൻസിമോളാണ് ഗബ്രൂട്ടന്റെ വളർത്തമ്മയെന്ന്, അല്ലാതെ രണ്ടാനമ്മയെന്നൊന്നും ഞങ്ങൾ ഇതിനെ പറയാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മക്കളെ ഞങ്ങളിവിടെ പിടിച്ച് നിർത്തിയിട്ടൊന്നുമില്ല. കുഞ്ഞുങ്ങൾ ദിവസം സ്കൂളിൽ പോകുന്നുണ്ട്. ഈ എക്സാം കഴിയുന്നവരെ മക്കൾ സ്കൂളിൽ പോയി. പ്രിൻസ് ആണെങ്കിൽ രാവിലെ 8 മണിയാകുമ്പോൾ അവന് ട്യൂഷൻ ഉണ്ട്, അതിന് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു മക്കള്, ഞങ്ങളുടെ ഗബ്രൂട്ടനെ മൂത്തത്, ഞങ്ങൾക്ക് രണ്ടുപേരുടെ ഏജ് നിങ്ങൾക്ക് അറിയാം, 34, 32. അപ്പം 35, 32. അപ്പം ഞങ്ങളുടെ ഏജിനനുസരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഗബ്രൂട്ടനേക്കാളും വലിയ മക്കൾ ഉണ്ടാവേണ്ട പ്രായമാണ് ഞങ്ങൾക്ക്. അപ്പം ഗബ്രൂട്ടനെ മൂത്തത് 2 പേരുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിയാലേ പറ്റും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളല്ലേ നോക്കുന്നത്. ഇപ്പൊ എൻ്റെ അനിയന്റെ മക്കളാണ് എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. അറിയത്തില്ലാത്തവരൊക്കെയാണ് മോളാണോ ചോദിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് അതേ എന്നാ പറയത്തുള്ളൂ. ഞങ്ങളുടെ മക്കൾ തന്നെയാണ് ഞങ്ങൾ പറയാറുള്ളത്. ഞങ്ങൾ വേറെ വ്യത്യാസമൊന്നും ഇവിടെ ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഗബ്രൂട്ടൻ എന്ത് മേടിച്ചാൽ അതുപോലെ തന്നെ മക്കൾക്ക് വാങ്ങിക്കാറുണ്ട്. ഇതൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ഓരോരുത്തർ പറഞ്ഞിട്ട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടില്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇത്തരത്തിൽ സംസാരിച്ചു തുടങ്ങിയപ്പം ഫീൽ അടിച്ചുകൊണ്ട് സത്യം പറഞ്ഞ് ഇത് പറയണമെന്ന് വിചാരിച്ചു. അതിൽ ഡോറേനെയൊക്കെ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നെയും ഡോറേനെയൊക്കെ പറയുന്ന എന്തിനാണ് ഇങ്ങനെ? എന്നുവെച്ചാൽ നമ്മൾ ഫാമിലി ബ്ലോഗ് ആണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അവര് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനിയിപ്പം എന്തായാലും പറയണ്ടേന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ ഫാമിലി ബ്ലോഗ് തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എന്നെ വെച്ചിട്ട് ഒരു കുടുംബത്തിനെ നമ്മുടെ ഓണത്തിന്റെ വീഡിയോക്കകത്ത് അവര് വന്നിട്ട് സംസാരിക്കും. നമ്മളെല്ലാവരും അവർ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, അവർ വിളിച്ച് ദിവസം സംസാരിക്കാറുണ്ട്. അമ്മയുടെ അച്ഛനെ സ്നേഹം കിട്ടാതല്ല മക്കൾ വളരുന്നത്, അമ്മയുടെ അച്ഛനെ സ്നേഹം കിട്ടി തന്നെ വളർന്നത്. വെറും 2 കൊല്ലമേ ആയിട്ടുള്ള അവർ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടുള്ള. ഈ 2 കൊല്ലത്തിന് മുമ്പ് വരെയും അവർ താമസിച്ചിരുന്നത് അവർ അച്ഛൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണ്. ഈ 2 കൊല്ലമായിട്ടുള്ള മക്കൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് മാറി താമസിച്ചത്. അതിനാണ് ഇത്രയും പറയുന്നത് ആൾക്കാർ.